സ്ട്രെസ് എന്ന് കേട്ടാൽ എല്ലാവരുടെയും മുഖം ചുളിയും അല്ലേ? നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണ് സ്ട്രെസ്. എന്നാൽ നമ്മളുടെ ലൈഫിൽ നമ്മളെ സഹായിക്കുന്ന, നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടുന്ന, നമ്മുടെ മോട്ടിവേഷൻ കൂട്ടി വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതിനെയാണ് യൂസ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഡെഡ് ലൈൻസ് ഒരു നല്ല സ്ട്രെസ് ആണ്. പലപ്പോഴും ഡെഡ് ലൈൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ജോലി തീർക്കുന്നത് അല്ലെ? എക്സാംസ് ഒരു നല്ല സ്ട്രെസ് ആണ്. പല കുട്ടികളും എക്സാംസ് ഉള്ളപ്പോൾ പഠിക്കുന്ന അത്രയും എക്സാംസ് ഇല്ലാത്തപ്പോൾ പഠിക്കാറില്ല. സോ നമ്മുടെ പഠനത്തിൽ നമ്മളെ സഹായിക്കുന്നത് എക്സാംസ് എന്ന സ്ട്രെസ് ആണ്. സോ അങ്ങനെ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ മോട്ടിവേഷൻ കൂട്ടിവെക്കുന്ന സ്ട്രെസ് നമ്മുടെ ലൈഫിലുണ്ട്. അതിനെയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ കുറയ്ക്കുന്ന, നമ്മൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി പോലും ലഭിക്കാത്ത രീതിയിൽ ആ സ്ട്രെസ് മാറുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ മാനേജ് ചെയ്യേണ്ടതും കുറച്ചു വെക്കേണ്ടതും ഒക്കെ ഈ ഡിസ്ട്രെസ്സിനെയാണ് എന്ന് മനസ്സിലാക്കുക.